ഞാൻ എന്നും നിന്റെ മാത്രം. ഈ കഥയിലെ ശേഖരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. തൊട്ടടുത്ത ക്ലാസ് മുഴുവൻ പെൺകുട്ടികളായിരുന്നു. എന്നാൽ എൻ്റെ ക്ലാസ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ ആയതിനാൽ അങ്ങനെ മിശ്രിതമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. 10ാം ക്ലാസ് ആരംഭിച്ച ആദ്യ ദിവസമായിരുന്നു അന്ന്. പെൺകുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആൺകുട്ടികളായ ഞങ്ങൾ പലതരത്തിലുള്ള തരികിടകളും ചെയ്യാറുണ്ട്. അക്കാലം ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കിണറുണ്ടായിരുന്നു. വേനൽക്കാലത്ത് പോലും വറ്റാത്ത ആ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. വെള്ളം കോരുന്നതിനായി ഒരു കയറും ബക്കറ്റും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. സമീപത്തുള്ള ഒരു കട്ടിങ്ങിൽ മോട്ടോറും എല്ലാം ഉണ്ടാവാറുണ്ട്. പൈപ്പിൽ വെള്ളമില്ലാതിരുന്ന ഒരു ദിവസം ഞാനും സുഹൃത്തുക്കളും ചോറ്റുപാത്രം കഴുകുവാനായി അവിടെ പോയി. ഉച്ചം നേരമായതിനാൽ ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുവാൻ നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളാണ് സാധാരണ വെള്ളം കോരാറുള്ളത്. ഇടതുവശത്തായുള്ള ഒരു ചെറിയ വിടവിൽ കൂടെ കാല് താഴോട്ട് കിണറ്റിലോട്ടിട്ട് പെൺകുട്ടികൾ കോരുന്ന വെള്ളം പിടിച്ച് എടുത്ത് പാത്രം കഴുകുന്നത് ഞങ്ങൾക്കെല്ലാം ഒരു കുസൃതിയായിരുന്നു. ആ നിമിഷം ദേഷ്യം കാണിക്കുമെങ്കിലും പെൺകുട്ടികൾ ഒരു പരിധിവരെ അത്തരം വികൃതികൾ ആസ്വദിച്ചിരുന്നു. കുറച്ചു പേർ മാത്രമാണ് പ്രതികരിച്ചിരുന്നത്. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ദേവി കിണറ്റിൽ നിന്നും വെള്ളം നിറയെ എടുത്ത് ബക്കറ്റ് മുകളിലേക്ക് വലിക്കുകയായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ദേവി. കറുത്ത വലിയ കണ്ണുകളുള്ള, ചിരിക്കുമ്പോൾ നുണക്കിളി കഴിയുന്ന ആ സുന്ദരിക്കുട്ടി. പഠനത്തിൽ വലിയ മിടുക്കിയൊന്നും ആയിരുന്നില്ലെങ്കിലും പഠിക്കാനുള്ള ഉത്സാഹക്കൂട്ടത്തിലായിരുന്നു അവൾ. ക്ലാസ്സിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. എങ്കിലും ക്ലാസ്സിലെ പെൺകുട്ടിയാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ വശത്തെ പടിയിലെ വിടവിലൂടെ കാൽ താഴോട്ട് വെച്ച് പൊങ്ങി വരികയായിരുന്ന ബക്കറ്റിൻ്റെ പിടിയിൽ പിടിച്ച് വെള്ളം പുറത്തേക്കെടുത്തു. പാത്രവും കൈയുമെല്ലാം ഞങ്ങൾ കഴുകി. ബാക്കി വെള്ളം ദേവിക്ക് നൽകി. എന്നാൽ എൻ്റെ ആ പ്രവൃത്തി ദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ബക്കറ്റിലെ വെള്ളം എൻ്റെ